വളരെ ചെറുതായി വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി വളരെ വലിയ ബ്രാൻഡാക്കി മാറ്റി സ്ഥിരമായിട്ടുള്ള ഒരു ഇൻകം കിട്ടുന്ന ബിസിനസ്. അത്തരത്തിലുള്ള ഒരു ബിസിനസ് ആണ് നമ്മുടെ മസാല പൊടികളുടെ ബിസിനസ്. വീട്ടിൽ നിന്ന് വളരെ ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. അപ്പൊ മസാല പൊടി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇത് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഹലോ ഫ്രണ്ട്സ്, എൻ്റെ പേര് അനിൽഡ എന്നാണ്. നമ്മളുടെ ഓഫീസ് വരുന്നത് എറണാകുളത്താണ്. ബിസിനസിന്റെ ലൈസൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസുകൾ നമ്മൾ ചെയ്ത് നൽകുന്നുണ്ട്. ഒരുപാട് ബിസിനസ്സുകൾക്ക് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ട്രെയിനിങ്ങിന്റെ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നൽകിയിട്ടുണ്ട്. ജ്വല്ലറി ഐറ്റംസും ഡ്രസ് ഐറ്റംസും ബിസിനസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോൾസെയിൽ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സപ്പോർട്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെയുള്ള നമ്പറിൽ വാട്സാപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മളുടെ വീഡിയോയിലോട്ട് പോകാം. ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മളുടെ മസാല പൊടി ബിസിനസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത്. ഈ ഒരു ബിസിനസ്സിന് ഒരുപാട് പോസിറ്റീവ് സൈഡ് ഉണ്ട്. എന്തൊക്കെയാണ് ആ പോസിറ്റീവ് സൈഡ് എന്നുള്ളത് നമുക്ക് നോക്കാം. സ്ഥിരമായി ഡിമാൻഡുള്ള ഒരു ഐറ്റമാണിത്. നമ്മളുടെ ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങളിലും ഇത്തരത്തിലുള്ള മസാല ഐറ്റംസ് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്കാലത്തും ഡിമാൻഡുള്ള ഐറ്റമാണിത്. അടുത്തത് സ്കെയിലബിലിറ്റി ആണ്. നമുക്ക് വളരെ ചെറിയ രീതിയിൽ തുടങ്ങി പ്രോഫിറ്റ് കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ബിസിനസ് ആണ്. വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങി ഒരു ബ്രാൻഡാക്കി മാറ്റി ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങിലോട്ടൊക്കെ മാറ്റി വളരെ നല്ല രീതിയിൽ ആക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ആണിത്. ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളത് വളരെ വലിയ പ്രത്യേകതയാണ്. 5000 രൂപ ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഈസി ആയിട്ട് റോ മെറ്റീരിയൽസ് ലഭിക്കും എന്നുള്ളത് അടുത്ത പ്രത്യേകതയാണ്. നമ്മുടെ കേരളത്തിൽ എപ്പോഴും സ്പൈസസ് ഒക്കെ വളരെ സുലഭമായിട്ട് തന്നെ അവൈലബിൾ ആണ്. അപ്പം എക്കാലത്തും എപ്പോഴും നമുക്ക് റോ മെറ്റീരിയൽസ് വളരെ എളുപ്പത്തിൽ തന്നെ ലഭിക്കുന്നുണ്ട്. ലോങ് ടൈം മുന്നോട്ട് പോകുന്ന ഒരു ബിസിനസ് ആണിത്. ഇപ്പോൾ ഫുഡ് ഐറ്റത്തിന്റെ ഡിമാൻഡ് മാറി മാറി വന്നേക്കാം. ഇപ്പം ഇന്നുള്ള ഫുഡ് ഐറ്റത്തിനായിരിക്കില്ല നാളെ ഡിമാൻഡ്. എങ്കിലും അതിൽ യൂസ് ചെയ്യുന്ന നമ്മളെ മസാല പൊടികൾ എല്ലാം തന്നെ ഏകദേശം സെയിം ആയിട്ടാണല്ലേ വരുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള മസാല പൊടികളുടെ ഡിമാൻഡ് എക്കാലത്തും ഉണ്ടായിരിക്കും. അപ്പൊ ലോങ് ലൈഫ് ഉള്ള ഒരു ബിസിനസ് ആണിത്. വളരെ ചെറിയ രീതിയിൽ തുടങ്ങി വലിയ ബ്രാൻഡാക്കി മാറ്റിയിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ബ്രാൻഡ് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടല്ലേ. ഇപ്പോൾ നമ്മുടെ കേരളത്തിലുള്ള ഏത് ഫേമസ് ആയിട്ടുള്ള മസാല പൊടികളുടെ ബ്രാൻഡ് നോക്കിയാലും അറിയാം, അവരൊക്കെ വളരെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളവരാണ്. വർഷങ്ങൾ കൊണ്ടാണ് അവർ ഈ ഒരു ഡെവലപ്പ് ചെയ്ത് ഇന്ന് വലിയ ബ്രാൻഡാക്കി മാറ്റിയിട്ടുള്ളത്. അപ്പോൾ പണ്ടുള്ളതിനേക്കാൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട് ഇന്ന് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് നമ്മളുടെ ബ്രാൻഡ് രൂപപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് മസാല പൊടിയുടെ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കുക എന്നുള്ളത് നോക്കാം. എന്ത് മസാല പൊടികളാണ് നമ്മൾ നിർമ്മിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത് ആദ്യം ഫിക്സ് ചെയ്യുക. ഇപ്പോൾ മുളക് പൊടിയാകാം, മഞ്ഞപ്പൊടിയാകാം, അല്ലെങ്കിൽ മിക്സഡ് മസാലയാകാം, മല്ലിപ്പൊടിയാകാം. അങ്ങനെ എന്ത് ഐറ്റം ആണ് എന്നുള്ളത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങുക. എങ്ങനെയാണ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങാനായിട്ട് സാധിക്കുന്നത്? ഒന്നുകിൽ നമ്മളുടെ അടുത്തുള്ള ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങാം, അതല്ലെങ്കിൽ നമുക്ക് ഇന്ത്യ മാർട്ടിൽ നിന്നൊക്കെ വാങ്ങാനായിട്ട് സാധിക്കും. വാങ്ങുമ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ കേരളത്തിലാണ് നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ കേരളത്തിൽ നിന്ന് തന്നെ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് കിട്ടുന്ന ചില്ലീസിനൊക്കെ ആണെങ്കിൽ ഒരു കുത്തല് പോലെയൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ അറിയാം, നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ടേസ്റ്റിന് പറ്റിയിട്ടുള്ള മസാലകളാണ് നമ്മൾ നിർമ്മിക്കുന്നതെങ്കിൽ ഇവിടുന്ന് തന്നെ ഐറ്റംസ് ഹോൾസെയിൽ ആയിട്ട് വാങ്ങിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഹോൾസെയിൽ ആയിട്ട് വാങ്ങിച്ചിട്ടുള്ള മസാല ഐറ്റംസ് നന്നായി കഴുകി വൃത്തിയാക്കി മില്ലിൽ കൊണ്ടുപോയി നമ്മൾ അതിനെ ഒരു പൗഡർ ആക്കി മാറ്റുക. എന്നിട്ട് നമുക്ക് നമ്മളുടെ ബ്രാൻഡ് നെയിമിൽ പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും. ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് വിൽക്കാനായിട്ട് സാധിക്കും. എന്തെല്ലാം ലൈസൻസ് ആണ് നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്? ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമാണ്. അതുപോലെ തന്നെ നമ്മളുടെ ലീഗൽ മെട്രോളജിയുടെ പാക്കർ ലൈസൻസ് ആവശ്യമാണ്. ഓൺലൈനായിട്ടൊക്കെ വിൽക്കുന്നുണ്ടെങ്കിൽ GST നമ്പർ ആവശ്യമാണ്. അപ്പോൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ബിസിനസിന്റെ പ്രൊസീജിയർ വരുന്നത്. അടുത്തത് എങ്ങനെ മാർക്കറ്റ് ചെയ്യുമെന്നുള്ളതാണ്. ലോക്കൽ ആയിട്ടുള്ള മാർക്കറ്റ് നമുക്ക് ചെയ്യാം. സൂപ്പർ മാർക്കറ്റ്, നമ്മളുടെ ലോക്കൽ ആയിട്ടുള്ള ഷോപ്പ്, അതുപോലെ തന്നെ വലിയ ഇപ്പൊ റിലയൻസ് പോലുള്ള സൂപ്പർ മാർക്കറ്റിലൊക്കെ നമുക്ക് വിൽക്കാം. അതുപോലെ നമ്മൾ ഇത് നിർമ്മിക്കുന്നതിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത് പബ്ലിസിറ്റി കൊടുത്തിട്ട് സോഷ്യൽ മീഡിയയിൽ വിൽക്കാനായിട്ട് സാധിക്കും. സോഷ്യൽ മീഡിയയിൽ ആ ഒരു ലോക്കൽ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം നമ്മുടെ ആഡ് കൊടുത്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് വിൽക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഇന്നത്തെ ടെക്നോളജി ഉപയോഗിച്ചിട്ട് നമുക്ക് വളരെ നല്ല രീതിയിൽ ഈ ഒരു ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇത്രയുമാണ് ഈ ഒരു ബിസിനസിന്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വരുന്നത്. അപ്പോൾ എങ്ങനെ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടെത്തും, എന്തൊക്കെ കാര്യങ്ങൾ പാക്കിംഗ് കവറിൽ രേഖപ്പെടുത്തണം,
പിന്നെ എങ്ങനെയാണ് സൂപ്പർ മാർക്കറ്റിൽ വിൽക്കുന്നത്, ലോക്കൽ ഷോപ്പിൽ വിൽക്കുന്നത്, എത്ര രൂപ അവർക്ക് കമ്മീഷൻ കൊടുക്കണം, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് എങ്ങനെയാണ്, ആമസോണിൽ എങ്ങനെയാണ് വിൽക്കേണ്ടത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം വെച്ചിട്ട് നമ്മളുടെ ട്രെയിനിങ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബിസിനസ്സിന് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെയുള്ള നമ്മുടെ സ്റ്റാഫിന്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആള് സിലബസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ്. സിലബസ് ഒക്കെ വായിച്ചിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ജോയിൻ ആകാം. റെക്കോർഡഡ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ടാവും, ലൈവ് ആയിട്ടുള്ള ക്ലാസ്സും ഉണ്ടാവും. റെക്കോർഡ് ക്ലാസ് വെച്ചിട്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ടോപ്പിക്കുകളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ ആപ്ലിക്കേഷൻ വഴിയാണ് നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ ബിസിനസിന്റെ ലൈസൻസ് എടുക്കാനായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മളുടെ എല്ലാവരുടെയും ബിസിനസ് വിജയിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം നമ്മളുടെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി.